ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റവ വെജിറ്റബിൾ ഇഡ്ലിയുടെ റെസിപ്പിയാണ്. ഇഡ്ലിയുടെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഞാനൊരു ചട്നിയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു കാര ചട്നി, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ഇഡ്ലിയും ചട്നിയും ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പ് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കണം. പരിപ്പെല്ലാം ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 കറിവേപ്പിലയും 2 ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചതും 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് ബീൻസും 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും 1/4 കപ്പ് കോണും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നിങ്ങൾ സാധാരണ പീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും ഇഡ്ലിക്ക് ഒരു നല്ല കളർ കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കണം. റവ ചേർത്ത് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. റവ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വഴറ്റിയെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെയായിട്ട് പല പ്രാവശ്യം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമൊന്നും ഇപ്പോൾ മുഴുവനും ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കി എടുക്കണം. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തത്. അതിന് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി വെള്ളം മാറ്റി വെക്കാം. ഈ റവയിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മൂടി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. ഇപ്പോൾ ഇഡ്ഡലി ബാറ്റർ മൂടി വെച്ചിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഈനോയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിനൊക്കെ പകരമായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടും കിട്ടും. ഇത് നമുക്ക് എല്ലാ കടകളിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ചെറിയ പാക്കറ്റ് 1 ടീസ്പൂൺ ഉണ്ടാവും. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈനോ ചേർത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് 1/4 കപ്പ് ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ വെള്ളമായി പോകാൻ പാടില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ തിക്കാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ശരിയായില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് മിക്സ് ചെയ്തെടുക്കുന്ന പാകത്തിൽ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളം പോലായി പോകാൻ പാടില്ല. ബാറ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് 1 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. അടുത്ത തട്ടും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ മെഷർമെൻറ്റിൽ നമുക്കൊരു 13-14 ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി പാൻ മൂടി ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇഡ്ഡലി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കൊരു കത്തിയോ സ്ക്യൂവറോടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അതിലൊട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇഡ്ഡലി നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. ഇപ്പോൾ ഇഡ്ഡലി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇഡ്ഡലിയുടെ കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാര ചട്നിയാണ്. കാര ചട്നി എന്ന് പറഞ്ഞാൽ ഉള്ളി ചട്നിയാണ്. ഇനി നമുക്ക് ഈ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
ചട്നി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള, അത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം പുളി, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ഉണക്കമുളക്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സൈസിലുള്ള പുളിയാണ്. പുളിയെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇഞ്ചി പെട്ടെന്നൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ഓപ്ഷണലാണ്, പക്ഷേ ചെറിയ ജീരകം ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്കൊരു 3-4 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചട്നിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരച്ച് വരുമ്പോഴത്തേക്കും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി മിക്സി മൂടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ചട്നി ഇപ്പോൾ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ചട്നി നല്ല തിക്കാണ്. ചട്നി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്നിയിലേക്ക് നമുക്കൊന്ന് താളിച്ചിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് മൂപ്പിക്കണം. ഉഴുന്നുപരിപ്പ് ഇപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 2 നുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ രുചികരമായ കാര ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ റവ വെജിറ്റബിൾ ഇഡ്ഡലിയും കാര ചട്നിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.